ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നൈസ് കിച്ചൻ. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കി വെക്കുക. എങ്കിലേ ഉള്ളൂ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 2 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പാസ്തയാണോ ഉള്ളത് അതെടുത്താൽ മതി. എൻ്റെ കയ്യിലിവിടെ മക്രോണിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മക്രോണിയാണ് എടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് നല്ലതുപോലെ വെന്ത് കിട്ടും. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാകത്തിന് തന്നെ മക്രോണി വേവായിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളകും പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് മുട്ട ഒഴിച്ച് ചിക്കി പൊരിച്ചൊന്നെടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും മാറ്റാം. വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കുറച്ച് ബീൻസ് അരിഞ്ഞതും ചേർക്കാം. ഒരു 5 മിനിറ്റ് സമയം വഴറ്റിയെടുക്കാം. ക്യാരറ്റും ബീൻസും കുറച്ച് വേവുള്ളത് കൊണ്ടാണ് ആദ്യം അത് ചേർത്ത് കൊടുക്കുന്നത്. 5 മിനിറ്റ് ആവുമ്പോൾ ഒരു ചെറിയ സവോള അരിഞ്ഞതും പകുതി ക്യാപ്സിക്കം അരിഞ്ഞതും കൂടിയും ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക്, 1/2 ടീസ്പൂൺ പിസ്സ സീസണിങ്ങും കൂടിയും ചേർക്കാം. ഒറിഗാനോ ബേസിലെല്ലാം ചേർന്നിട്ടുള്ള ഒരു സീസണിംഗ് ആണ് ഇത്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പാസ്ത സോസാണ് എടുത്തേക്കുന്നത്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാതെ പറയണം. ഏറ്റവും അവസാനമായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.